മൈക്കിള് ഒന്നെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് മനുഷ്യനായി കഴിഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ GTA 5 10 റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റിയൽ ലൈഫായിട്ട് ഒത്തിണക്കി വെക്കാൻ പറ്റുന്ന കുറച്ച് ഫാക്ടേഴ്സ്, ഏകദേശം 10ഓളം കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. പിന്നീട് ഒരു കാര്യം കൂടി, നമ്മൾ യാത്രകളും അതുപോലെ തന്നെ വാഹന വിശേഷങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സെക്കൻഡറി ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തുടങ്ങിയൊരു ചാനലാണ്, കുറേ നാളായിട്ട് അത് ഇനാക്റ്റീവ് ആയിട്ട് പോവുകയായിരുന്നു. ആ ഒരു ചാനൽ പൊടി തട്ടി അടുത്ത ആഴ്ച മുതൽ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പ്ലാൻ ഉണ്ട്. ഞാൻ എന്തായാലും ആ ഒരു ചാനലിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളായിരിക്കും നമ്മൾ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മളൊരു കളർ ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നീട് കാണുന്നത് എല്ലാത്തിലും ആ ഒരു കളറിൻ്റെ ഒരു മയം കാണും. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു നീല കളർ ഗ്ലാസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ വെള്ളയും നിങ്ങൾക്കൊരു സ്ലൈറ്റ് നീലയായിട്ട് തോന്നും. ഈ ഒരു പ്രതിഭാസം GTA 5 ഉണ്ട്. നിങ്ങൾ FPP, അതായത് ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന കൂളിംഗ് ഗ്ലാസിൻ്റെ ടിൻറ്റിൻ്റെ കളർ ഏതാണോ ആ കളർ ആയിരിക്കും നിങ്ങളുടെ ന്യൂട്രൽ കളർ എന്ന് പറയുന്നത്. നിങ്ങൾ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ബ്ലൂ ടിൻറ്റിലേക്ക് മാറും. അല്ല, നിങ്ങൾ ബ്രൗണോ റെഡോ അങ്ങനെ ഏതെങ്കിലും കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചും നിങ്ങളുടെ സീൻസ് എല്ലാം മാറുന്നതായിരിക്കും. ഇതൊരു നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് തോന്നി. കാര്യം നമ്മുടെ റിയൽ ലൈഫായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ GTA 5 കളിക്കുന്നത് തന്നെ വണ്ടി ഓടിക്കാനും അതുപോലെ തന്നെ വെടിവെക്കാനുമാണ്. ഇത്തരത്തിൽ നമ്മൾ പല സംഭവങ്ങളും വെടിവെക്കാറുണ്ട്. കാറുകൾ വെടിവെക്കാറുണ്ട്, ആൾക്കാരെ വെടിവെക്കാറുണ്ട്, വീടുകളും കെട്ടിടങ്ങളും എല്ലാം നമ്മൾ വെടിവെച്ച് നോക്കാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ മൈക്കിളിന്റെ വീടിന്റെ ഫ്രണ്ടിൽ പോയി മൈക്കിളിന്റെ വീടിൽ വെടിവെക്കുകയാണെങ്കിൽ മൈക്കിള് ഒന്നെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് മനുഷ്യനായി കഴിഞ്ഞാൽ ഫോണിലേക്ക് വിളിച്ചിട്ട് വെടിവെക്കൽ നിർത്താൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ മൈക്കിൾ ഒരു മെസ്സേജ് അയച്ചിട്ട് സ്റ്റോപ്പ് ഷൂട്ടിംഗ് മൈ ഹൗസ് എന്ന് പറഞ്ഞ് പുള്ളി മെസ്സേജ് അയക്കും. സോ ഇതൊരു നല്ല ഡീറ്റെയിൽ ആണ്. കാര്യം നമ്മളാണ് വെടിവെക്കുന്നത്, ഫ്രാങ്ക്ലിൻ ആണെങ്കിൽ ഫ്രാങ്ക്ലിൻ ആണ് വെടിവെക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് മൈക്കിൾ അത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. സുഹൃത്തായതുകൊണ്ടും ഈ ഒരു പ്രൊഫഷൻ തുടരുന്നത് കൊണ്ടും പുള്ളിക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഇല്ല, അല്ലെങ്കിൽ പ്രതികരിക്കാൻ പുള്ളിക്ക് വയ്യ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതും നല്ലൊരു ഡീറ്റെയിലിംഗ് തന്നെയാണ്. നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും അത് കഴിഞ്ഞ് +1ലും +2 ഒക്കെ സയൻസ് എടുത്തവർ പഠിച്ച ഒരു കാര്യമാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ 1ാം ചലന നിയമത്തിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനേർഷ്യയാണ്. ഒരു വസ്തു ആ ഒരു വസ്തുവിനുള്ള മോഷൻ അല്ലെങ്കിൽ റെസ്റ്റിൽ തന്നെ പിന്നീടും തുടരാനുള്ള ആ ഒരു വസ്തുവിന്റെ ടെൻഡൻസിയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന്, വെറുതെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എപ്പോഴും വെറുതെ ഇരിക്കാനായിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കാനായിരിക്കും ഇഷ്ടം. ഇതിന് ഉദാഹരണമായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നത്, നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും മുന്നിലേക്ക് ആയാറുണ്ട്. ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ഇനേർഷ്യയൊക്കെ പഠിച്ചു വന്നത്. ഈ ഒരു ഇനേർഷ്യ GTA 5 ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ട്രാഫിക് ഐലൻഡിലേക്ക് ചെല്ലുക, അവിടെ മറ്റാരെങ്കിലും ഓടിക്കുന്ന ഒരു വാഹനത്തിന്റെ മുകളിലേക്ക് കയറുക, എന്നിട്ട് ആ ഗ്ലാസ്സിൽ നിന്ന് കയറി ആ വണ്ടിയുടെ മുകളിലത്തെ ടോപ്പിലേക്ക് കയറി എന്ന് കഴിഞ്ഞ് അദ്ദേഹം വണ്ടി എടുക്കുന്നത് വരെ കാത്തിരിക്കുക. അദ്ദേഹം പയ്യെ പയ്യെ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരില്ല. പക്ഷെ പുള്ളി കുറച്ച് സ്പീഡ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഇനേർഷ്യ കാരണം നമ്മൾ വണ്ടിയുടെ മുകളിൽ നിന്ന് താഴെ വീഴും. നമ്മൾ എന്തൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ വണ്ടിയുടെ മുകളിൽ നിന്ന് താഴെ വീഴും. ഇത്തരത്തിൽ ഫിസിക്സും GTA 5 ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട്. ടണലുകളുടെ ഉള്ളിൽ മൊബൈൽ ഫോണിന് റേഞ്ച് കിട്ടില്ല, അല്ലെങ്കിൽ സിഗ്നൽ കിട്ടില്ല എന്നൊരു പ്രതിഭാസം നമ്മൾ പലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. വലിയ വലിയ യാത്രകൾ പോകുന്നവർ ആ ഒരു ഫിനോമിനൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സംഭവം നമ്മുടെ GTA 5 അതേപടി തന്നെയുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്, നിങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ നിങ്ങൾ മാപ്പിൽ ലൊക്കേഷനായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ഒരു ഗുഹ വരുന്നു, അല്ലെങ്കിൽ ഒരു ടണൽ വരുന്നു. ടണലിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ടണലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം വരെ നമുക്ക് നമ്മുടെ GPS സിഗ്നൽ ലോസ്റ്റ് ആവും. അപ്പോൾ ഇത് നമ്മുടെ റിയൽ ലൈഫായിട്ട് ഒത്തുവെക്കാൻ പറ്റിയ ഒരു GTA 5 ഫാക്ടർ തന്നെയാണ്. നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് ബോർഡുകളിൽ നമ്പറുകൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, വസ്തു വിൽപ്പനയ്ക്ക്, കുഴൽക്കിണറിനായിട്ട് ബന്ധപ്പെടുക, ഇത്തരത്തിൽ പറഞ്ഞ് ഒരുപാട് പോസ്റ്ററുകളും അതിലോരോ നമ്പറുകളും കാണാൻ പറ്റും. ഇതേപോലെയുള്ള ചില പരസ്യങ്ങൾ നമുക്ക് GTA 5 തെരുവോരങ്ങളിലും കാണാൻ പറ്റും. ഉദാഹരണത്തിന്, ഒരു പ്രോപ്പർട്ടി റെന്റിനായിരിക്കാം, അല്ലെങ്കിൽ ചില ഷോപ്പുകളുടെ മുന്നിലായിരിക്കാം. അതിലെല്ലാം അവരുടെ നമ്പർ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്ലേയേഴ്സിൻ്റെയും കയ്യിൽ ഒരു ഫോൺ കാണും. നമ്മുടെ കീബോർഡിൽ ആരോ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോൺ കയ്യിൽ കിട്ടും. അപ്പോൾ ആ ഒരു ഫോൺ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷന് നമുക്ക് ഈ ഒരു ഗെയിമിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ബിസി ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഫോൺ എടുത്തിട്ട് ആ ഒരു ഡീല് സോൾഡ് ആയി, ഇനി ആ ഡീലില്ല, ഇനി എന്തെങ്കിലും വരുമ്പോൾ അറിയിക്കാന്നുള്ള രീതിയിൽ അവർ ഫോൺ കട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ബിസി കാണിച്ചിട്ട് അവരുടെ വോയിസ് മെയിൽ ബോക്സ് ഫുൾ ആണെന്ന് ഒരു റിപ്ലൈയും കിട്ടും. അപ്പോൾ ഇതും GTA 5 നല്ലൊരു ഡീറ്റെയിലിംഗ് തന്നെയാണ്.
കറണ്ട് ഷോർട്ട് ആവുന്ന സമയത്ത് സ്പാർക്ക് വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പലരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു സംഭവം നമ്മുടെ GTA 5 ഉണ്ട്. നമ്മൾ GTA 5 വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മൾ ഇടിച്ചിടാറുണ്ട്. അതിൽ ഇടിച്ചിടുന്ന ഒരു കാര്യമാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ പോസ്റ്റോ അല്ലെങ്കിൽ കോളിംഗ് ബൂത്തിന്റെ പോസ്റ്റോ നിങ്ങൾ ഇടിച്ചിടുകയാണെങ്കിൽ ആ ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിന്നിരുന്ന ആ ഒരു ബേസിന്റെ അവിടെ വയറിന്റെ അറ്റത്ത് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് സ്പാർക്കുകൾ ഉണ്ടാകുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ വീടുകളുടെയും ബിൽഡിങ്ങിന്റെ ഒക്കെ പവർ സപ്ലൈ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. നിങ്ങൾ ആ ഒരു വീടിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പവർ സപ്ലൈ കാണാൻ പറ്റും. അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ തോക്ക് യൂസ് ചെയ്ത് വെടി വെക്കുകയാണെങ്കിൽ ചില പോർഷനുകളിൽ വെടി കൊള്ളുന്ന സമയത്ത് ആ ഒരു ഇലക്ട്രിക് ഷോർട്ട് ഉണ്ടായിട്ട് സ്പാർക്കുകൾ വരും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ GTA 5 റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്നത്. അതൊരു വാഹനത്തിന്റെ ആവട്ടെ അല്ലെങ്കിൽ ഒരു ലൈറ്റിന്റെ ആവട്ടെ വീട്ടിലുള്ള അലങ്കാര വിളക്കുകളാവട്ടെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്ന എല്ലാ രംഗങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. വണ്ടികളുടെ ഗ്ലാസ് എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസ് ആണ്. അതായത് കുറച്ച് ടെമ്പർനെസ് ഉണ്ട്. കുറച്ച് നല്ലതായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാലേ ഗ്ലാസ് പൊട്ടുകയുള്ളൂ. അത് ഒറ്റ അടി അടിച്ചാൽ ഫുള്ള് പൊട്ടി തകർന്ന് പോകത്തൊന്നുമില്ല. ആദ്യം ക്രാക്കുകൾ വീഴും. ആ ക്രാക്ക് വലുതായി ആ ഒരു ഗ്ലാസ് ബ്രേക്ക് ആവലാണ് പതിവ്. ഇതുപോലെ തന്നെയാണ് GTA 5 ഗ്ലാസുകൾ ബ്രേക്ക് ആവുന്നത്. അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ ലൈറ്റുകളുടെ ഗ്ലാസ് നമുക്ക് പൊട്ടിച്ച് കളയാം. വീടുകളുടെ ഫ്രണ്ടിലെ അലങ്കാര വിളക്കുകൾ നമുക്ക് പൊട്ടിച്ച് കളയാൻ പറ്റും. ഗ്ലാസ് ബ്രേക്കിങ്ങിന്റെ കാര്യത്തിൽ GTA 5 എപ്പോഴും മുന്നിൽ തന്നെയാണ്. നമ്മൾ അത്യാവശ്യം വെയിലുള്ള ഒരു ദിവസം വീടിന് വെളിയിലേക്ക് ഇറങ്ങി കുറച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ നല്ലതായിട്ട് വിയർക്കും. നമ്മുടെ ഷർട്ട് അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എവിടെയൊക്കെ നമ്മുടെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നുണ്ടോ അവിടെ എല്ലാം നമുക്ക് വിയർപ്പിന്റെ മാർക്കുകൾ, സ്വെറ്റ് മാർക്കുകൾ കാണാൻ പറ്റും. ഈ ഒരു സ്വെറ്റ് മാർക്ക് നമുക്ക് GTA 5 കാണാൻ പറ്റുന്നുണ്ട്. ദേഹത്തോട് ചേർന്ന് കിടക്കുന്ന ടീഷർട്ടുകളോ അല്ലെങ്കിൽ വെസ്റ്റുകളോ ഇട്ട് നിങ്ങൾ വെയിലത്തിറങ്ങി നടക്കുകയാണെങ്കിൽ പ്ലെയറിന്റെ മുൻവശത്തും പിൻവശത്തും നമുക്ക് സ്വെറ്റ് മാർക്കുകൾ കാണാൻ പറ്റും. നിങ്ങൾ തണലത്തേക്ക് പോയി കുറച്ചു നേരം അവിടെ നിന്ന് കഴിയുമ്പോൾ ഈ ഒരു സ്വെറ്റ് മാർക്ക് തന്നെ ഡിസപ്പിയർ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. GTA 5 പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കുപ്പകൾ കിടക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ കാർ വർക്ക്ഷോപ്പുകളുടെ മുന്നിലായിട്ട് നമുക്ക് സ്പ്രേ പെയിന്റിന്റെ ബോട്ടിലുകൾ കിടക്കുന്ന കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഗണ്ണ് യൂസ് ചെയ്ത് ഈ ഒരു സ്പ്രേ പെയിന്റിന്റെ ബോട്ടിലേക്ക് ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലാസ്റ്റ് ആയിട്ട് അതിലുള്ള പെയിന്റ് പുക പോലെ വെളിയിലേക്ക് വരുന്ന കാണാൻ സാധിക്കും. റിയൽ ലൈഫിൽ നിങ്ങളൊരു സ്പ്രേ ക്യാൻ വെച്ച് ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ ഒരു എഫക്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് ഒരു അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് കാറുകൾ ആക്സിഡന്റ് ആവുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് വണ്ടിയിലെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ലീക്ക് ആവുന്നതും ആ ഒരു ഡീസലിലോ അല്ലെങ്കിൽ പെട്രോളിലോ എന്തെങ്കിലും ഒരു സ്പാർക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു വാഹനം മൊത്തത്തിൽ നിന്ന് കത്തുന്ന രംഗം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇത് ഇതേപോലെ തന്നെ നമുക്ക് GTA 5 കാണാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ വാഹനം എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ബാക്ക് ടയറിന്റെ മുകളിലായിട്ട് ഷൂട്ട് ചെയ്യുക. അതായത് ബാക്ക് ടയറിന്റെ മുകളിലുള്ള ആ ഒരു ബോഡി പോർഷനിലായിട്ട് നിങ്ങൾ ഗണ്ണ് യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 വട്ടം വെടിവെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെട്രോൾ ടാങ്ക് പൊട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വണ്ടിയുടെ ബാക്കിലേക്ക് വന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ അടിയിൽ നിന്ന് പെട്രോൾ താഴേക്ക് വരുന്നത് കാണാൻ പറ്റും. കുറേ നേരം കഴിഞ്ഞ് പെട്രോൾ ഫുള്ള് ഡ്രെയിൻ ആവുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിൽ പെട്രോൾ വന്നു കഴിഞ്ഞ് ആ പെട്രോൾ വീണ സ്ഥലത്ത് നമ്മൾ ഗണ്ണ് യൂസ് ചെയ്ത് ഒരു വട്ടം ഫയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പെട്രോൾ എവിടെയൊക്കെ വീണോ അവിടേക്ക് ഫുള്ള് ഫയറായി ആ ഒരു ഫയർ മൊത്തം സ്പ്രെഡ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. പോരാത്തതിന് ഈ പെട്രോൾ എവിടെ വരെ ഒഴുകിയിട്ടുണ്ടോ ആ ഒരു ഫുൾ പോർഷൻ കുറേ നേരത്തേക്ക് ആ ഒരു പെട്രോളിന്റെ അംശം തീരുന്നിടം വരെ നിന്ന് കത്തുന്നത് കാണാൻ പറ്റും. ഇതൊരു റിയൽ ലൈഫ് സിറ്റുവേഷൻ തന്നെയാണ്. നമുക്ക് യഥാർത്ഥ ജീവിതമായിട്ട് ഒത്തിണക്കി വെക്കാൻ പറ്റുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ GTA 5 ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു നമ്മളൊരു 100% എടുക്കുകയാണെങ്കിൽ 2-3% മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. കാര്യം GTA 5 റിയൽ ലൈഫിനും അതുപോലെ തന്നെ റിയൽ ലൈഫ് ഫിസിക്സിനും ഇഷ്ടംപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ ആരും നോട്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് ഗെയിമിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വഴി നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും നമ്മൾ GTA 5 ഡീറ്റെയിൽസുമായിട്ട് വരുന്നതായിരിക്കും. സോ ഈ ഒരു 10 ഡീറ്റെയിൽസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള അഭിപ്രായവും താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.